ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. തറവാട് പാർട്ട് 7. ഗോവിന്ദമേനോൻ്റെ ചാരു കസേരയ്ക്ക് മുന്നിൽ ബാലശങ്കർ നിന്നു. ഗോവിന്ദമേനോൻ മെല്ലെ തലയുയർത്തി. ആ കുഴിഞ്ഞ കണ്ണുകൾ ദീപ്തമായി. ബാലനോ? എപ്പോൾ വന്നു? വർദ്ധിച്ച സന്തോഷത്തിനൊടുവിൽ ഗോവിന്ദമേനോൻ്റെ കണ്ണുകളുടെ പ്രകാശം നഷ്ടപ്പെട്ടു. രാവിലെ വന്നതാണ്. ലക്ഷ്മിയും ശങ്കരനും ചാരു കസേരയുടെ പടികളിൽ കയറിയിരുന്നു. ഇരുവരെയും ഗോവിന്ദമേനോൻ മടിയിൽ പിടിച്ചിരുത്തി. രേവതി അമ്മ മെല്ലെ അകത്തേക്ക് വലിഞ്ഞു. ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞതറിഞ്ഞോ? ദുഃഖം കനീഭവിച്ച മുഖം ഒന്നുകൂടി താഴ്ന്നു. അറിഞ്ഞു. എവിടെ ഉണ്ണിയും ഭാര്യയും? ഏറെ നേരം കഴിഞ്ഞാണ് ഗോവിന്ദമേനോനിൽ നിന്ന് മറുപടി ഉണ്ടായത്. അവളുടെ വീട്ടിൽ പോയിരിക്കുക. പിന്നെ തെല്ല് നേരം മൗനമായി ഇരുന്നിട്ട് ഗോവിന്ദമേനോൻ തളർന്ന ശബ്ദത്തിൽ ചോദിച്ചു, ബാല, നീ എന്നെ ശപിക്കുന്നുണ്ടാവും അല്ലേ? ഞാൻ എന്തിനു ശപിക്കുന്നു? അല്ലെങ്കിലും കൊലപാതകികളുടെ സഹോദരിക്ക് മംഗല്യഭാഗ്യം ഉണ്ടാകില്ലല്ലോ. ഗോവിന്ദമേനോൻ ദീർഘമായി നിശ്വസിച്ചു. എൻ്റെ ലക്ഷ്മിക്കുട്ടി പരലോകത്തിരുന്ന് ഇതൊക്കെ കണ്ടിപ്പോൾ കരയനുണ്ടാവും. ഗോവിന്ദമേനോൻ്റെ കൺപീലികൾ നനഞ്ഞു. ബാലശങ്കർ മൗനം പൂണ്ടു. അമ്മായി എവിടെ? നിന്നെ കണ്ട് മാറിയതാവും. എന്തിനു മാറുന്നു? ഞാനൊന്നും പ്രതീക്ഷിച്ചു വന്നതല്ല. എല്ലാം കഴിഞ്ഞു പോയെന്ന് എനിക്കറിയാം. ആര് മറന്നാലും എനിക്ക് മറക്കാനാവില്ലല്ലോ. ആ ചിന്ത ഇവിടെ ആർക്കും ഉണ്ടായില്ല ബാല. ഞാൻ കാല് പിടിച്ച് അപേക്ഷിച്ചതാ. ആര് കേൾക്കാൻ? ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ശരിക്കും. ഉണ്ണിയുടെ പെണ്ണ് ആര് പറഞ്ഞാലും അനുസരിക്കില്ല. ഇപ്പോൾ വേറെ മാറി താമസിക്കണമെന്നാണ് അവൾ പറയണത്. രേവയെ ഞാനുമൊക്കെ പഴഞ്ചനാണ്. ദേവികയെക്കുറിച്ചും അവൾക്ക് പരാതിയാ. ആ, വരാനുള്ളത് വഴിയെ തങ്ങുമോ? രേവയ്ക്ക് തൃപ്തിയായി. ഗോവിന്ദമേനോൻ ആരോടെന്നില്ലാതെ പറഞ്ഞു. അപ്പോഴേക്കും രേവതി അമ്മ സ്നേഹം അഭിനയിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. അല്ല, ഇതാര്? ബാലനോ? എപ്പോൾ വന്നു? കുറേ നേരമായി. ശിക്ഷ കഴിഞ്ഞോ? ഇനി എന്നാ ജയിലിലോട്ട് പോണത്? 1 മാസം കഴിഞ്ഞ് പോയാൽ മതി. അതിനു മുമ്പ് പ്രിയംവദയ്ക്ക് എവിടെങ്കിലും ഒരു ചെറുക്കനെ അന്വേഷിക്കണം. അന്വേഷിച്ചാലും നടക്കൂന്ന് തോന്നണില്ല ബാല. ഞാൻ തന്നെ എന്ത് സ്വപ്നങ്ങളാണ് കണ്ടത്. എൻ്റെ കൂടെ ഈ തറവാട്ടിൽ അവൾ കഴിയണത്. എന്ത് ചെയ്യാനാ? അല്ല, അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കാൻ ആളില്ലേ? എല്ലാ പെമ്പിള്ളാരും ഇങ്ങനെയൊക്കെയാ. എത്രയെന്ന് വെച്ചാ ഉപദേശിക്കണേ? എൻ്റെ മോളെപ്പോലെയാ മാലുവിനെയും പ്രിയംവദയും ഈ നിമിഷം വരെ ഞാൻ കരുതിയത്. രേവതി അമ്മ മെല്ലെ ഗോവിന്ദമേനോനെ നോക്കി. ഗോവിന്ദമേനോൻ ദേഷ്യം കടിച്ചമർത്തുകയായിരുന്നു. മാലതിയും പ്രിയംവദയും അമ്മായിയെ കരുതുന്നതും അങ്ങനെയാണല്ലോ. പിന്നെന്താ? അങ്ങനെ ആയിരുന്നു നിങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ. എൻ്റെ ബാല, ഒരു വക്കീലുണ്ടല്ലോ. എന്തോ പിള്ളയാ? ഏതാണ്ടൊരു പിള്ളയുണ്ടല്ലോ, മഹേശ്വരൻ പിള്ള. ആ, മഹേശ്വരൻ പിള്ള. നിങ്ങൾ ജയിലിലായേ പിന്നെ അയാളുടെ ഊണും ഉറക്കവും ശങ്കരമംഗലത്താ. ചിലപ്പോൾ അയാളുടെ കൂടെ വേറെ ആളുകളും കാണും. നാട്ടുകാരൊക്കെ അതും ഇതും കുശിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവരോടൊന്ന് പറഞ്ഞുപോയി. എൻ്റെ ഭഗവതി, മാലുവും പ്രിയമതിയും എന്നെ പറയാത്തതൊന്നുമില്ല. പിന്നെ ഞാൻ കമാന്ന ഒരക്ഷരം മിണ്ടിയില്ല. നാട്ടുകാരൊക്കെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തായിരുന്നു. പോലീസുകാർ ചോദിച്ചപ്പോൾ മാലുവും പ്രിയമതയും പറഞ്ഞത് എന്താണെന്നോ? ഓ, ഞാനൊന്നും പറയണില്ല. രേവേ, ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ ഗോവിന്ദമേനോൻ വിളിച്ചു. നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. ബാലനും ഇതൊക്കെ അറിയേണ്ടതാ, അല്ലെങ്കിൽ കുറ്റം നമുക്കാകും. രേവതി അമ്മ തിരിഞ്ഞ് ബാലശങ്കറിനോടായി തുടർന്നു. കേട്ടോ ബാല, അത് കഴിഞ്ഞേ പിന്നെ ഉണ്ണി വേറെ കല്യാണം കഴിക്കാൻ പോയത്. ഉണ്ണിയെ കുറ്റം പറയാനൊക്കുവോ? രേവതി അമ്മ മെനഞ്ഞെടുത്ത് പറയുന്ന കഥകളാണിതെന്ന് ബാലശങ്കറിന് അറിയാമായിരുന്നു. എങ്കിലും രേവമ്മായിൽ നിന്ന് ഇതൊക്കെ കേട്ടപ്പോൾ ഒരു ദുഃഖം. പോലീസ് കേസ് ഉണ്ടായെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും മാലതിയോട് ചോദിച്ചറിയാം. വീണ്ടും രേവതി അമ്മയുടെ വാക്കുകൾ. പ്രിയംവദ ഈ വീട്ടിലേക്ക് ഉണ്ണിയുടെ കൈ പിടിച്ച് വരുന്നത് എത്രയോ പ്രാവശ്യം ഞാൻ സ്വപ്നം കണ്ടതാ. എല്ലാം തകർത്തില്ലേ? ശങ്കരമംഗലവും ഇവിടവും തമ്മിൽ എങ്ങനെ കഴിഞ്ഞതാ? രേവതി അമ്മ ദുഃഖം നടിച്ചു. രേവതി അമ്മയുടെ വാക്സാമർത്ഥ്യത്തിൽ ഗോവിന്ദമേനോൻ പോലും അത്ഭുതപ്പെട്ടു. എത്ര വിദഗ്ധമായാണ് കള്ളം പറയുന്നത്. ബാലശങ്കറിൽ നിന്ന് അനുകൂലമായ മറുപടി കിട്ടാതെ വന്നപ്പോൾ രേവതി അമ്മ അനുനയത്തിൽ പറഞ്ഞു, ബാലൻ വീട്ടിൽ ചെന്ന് അവരോട് കയർക്കിയൊന്നും വേണ്ട. വകതിരിവില്ലാഞ്ഞിട്ട് ചെയ്തതായിരിക്കും. അവരോട് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങളില്ലാത്തപ്പം അമ്മാവി അനുസരിക്കേണ്ടവരല്ലേ? ബാലശങ്കർ എഴുന്നേറ്റു. ദേവിക എവിടെ? അവൾ തൊടിയിൽ എവിടെയെങ്കിലും കാണും. അകത്ത് നിൽക്കുന്ന ദേവികയെ വിളിക്കണ്ടെന്ന് കരുതി രേവതി അമ്മ കള്ളം പറഞ്ഞു. ദേവിക വാതിൽ പാളികൾക്ക് മറവിൽ നിന്നുകൊണ്ട് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു.
ബാലശങ്കർ പോകാനായി ലക്ഷ്മിയും ശങ്കരൻ്റെയും കൈക്ക് പിടിച്ചു. നിൽക്ക് ബാല, ഞാൻ കാപ്പി എടുക്കാം. വേണ്ട അമ്മായി, മാലതിയുടെ അനുജത്തിയും ഭർത്താവും വന്നിട്ടുണ്ട്. ഞാൻ ചെന്നിട്ട് സുദേവന് പോകേണ്ടതാണ്. ബാലശങ്കർ ഗോവിന്ദമേനോനോട് യാത്ര പറഞ്ഞു. മാമ, ഞാൻ ഇറങ്ങുന്നു. ഗോവിന്ദമേനോൻ നിസ്സഹായതയോടെ തലയിളക്കി. വീണ്ടും രേവതി അമ്മയുടെ മുമ്പിൽ ബാലശങ്കർ നിന്നു. അമ്മാവി, അയാൾ വിളിച്ചു. ശങ്കരമംഗലവും അമ്പാടിയും തമ്മിൽ ബന്ധിക്കുന്ന 2 പാലങ്ങളായിരുന്നു പ്രിയംവദയും ദേവികയും. അതിലൊന്ന് നഷ്ടപ്പെട്ടു. ഇനിയുള്ളതെങ്കിലും നഷ്ടാകാതിരിക്കുവോ? ജയന് ദേവിക ആശിക്കാമോ? ആ സ്വരം തീരെ നേർത്തതായിരുന്നു. അതെങ്ങനെ ബാല? ശിക്ഷ കഴിയണേ എത്ര കൊല്ലം പിടിക്കും? അതുവരെ പെണ്ണിനെ ഇങ്ങനെ നിർത്താൻ പറ്റുമോ? ഇപ്പം തന്നെ എത്രന്ന് വെച്ചാ അവൾക്ക് ആലോചന വരണത്? പെണ്ണിനെ കണ്ടപ്പോൾ ഒറ്റ പൈസ പോലും വേണ്ടെന്നാ പലരും പറയണത്. ദിവസം 3-4 കൂട്ടരാ വരണത്. പെണ്ണിനെ കെട്ടിക്കില്ലാന്ന് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? പെട്ടെന്നായിരുന്നു രേവതി അമ്മയുടെ മറുപടി. ബാലശങ്കർ എന്തോ പറയാൻ തുടങ്ങും മുമ്പേ പെട്ടെന്നായിരുന്നു ദേവിക വാതിക്കൽ പ്രത്യക്ഷപ്പെട്ടത്. അമ്മേ, അവൾ വിളിച്ചു. എന്താ പെണ്ണെ, അകത്ത് പോണുണ്ടോ? രേവമ്മായി ദേഷ്യപ്പെട്ടു. അമ്മ എന്തിനാ ബാലേട്ടനോട് എൻ്റെ കാര്യം പറയുന്നത്? ഉണ്ണേട്ടനെ ബലി കൊടുത്തതുപോലെ എന്നെയും ബലി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എവിടുന്നോ കിട്ടിയ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ തുടർന്നു. ക്ഷേത്രക്കുളത്തിൽ ചാടി മരിക്കാൻ അമ്മ പറഞ്ഞോളൂ, ഞാൻ അനുസരിക്കാം. ശർക്കര മാവിൻ്റെ കൊമ്പിൽ തൂങ്ങിച്ചാവാൻ പറഞ്ഞോളൂ, ഞാൻ അനുസരിക്കാം. നെല്ലിനടിക്കുന്ന വിഷം കുടിക്കാൻ പറഞ്ഞോളൂ, ഞാൻ അനുസരിക്കാം. പക്ഷേ ഇത് മാത്രം അമ്മ പറയരുത്. ജയേട്ടനല്ലാതെ മറ്റാരും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ദേവിക തിണ്ണയിലേക്ക് നീങ്ങി നിന്നു. താൻ ഇതുവരെ പറഞ്ഞതിൻ്റെ പൊള്ളത്തരമെല്ലാം വെളിച്ചത്താകുമോ എന്നായിരുന്നു രേവമ്മായിയുടെ പേടി. ശങ്കരമംഗലത്തുകാരുടെ പക്ഷം ചേർന്നേ ഇവൾ എന്നും സംസാരിക്കൂ. നിന്നോട് ആര് പറഞ്ഞടി ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? ആദിക പ്രസംഗി. രേവതിയമ്മ ദേവികയുടെ നേരെ ചീറി. ദേവികയുടെ അപ്പോഴത്തെ സംസാരം ഗോവിന്ദമേനോനും വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ വൃദ്ധൻ ഉള്ളാലെ ചിരിച്ചു. എന്താടി നോക്കി നിൽക്കണേ, പോടിയകത്ത്. അമ്മ ബാലേട്ടനോട് പറയാൻ മറന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ചിട്ട് പോയിക്കോളാം. ദേവിക ബാലശങ്കറിന് നേരെ തിരിഞ്ഞു. എനിക്ക് അമ്മ കണ്ടുപിടിച്ച ചെറുക്കൻ ആരാണെന്ന് ബാലേട്ടൻ അറിയണ്ടേ? ചെമ്പകശ്ശേരിയിലെ കുറുപ്പമ്മാവൻ്റെ മോൻ. പെമ്പിള്ളാരുടെ വായി നോക്കി നടക്കുന്ന ഒരുത്തനില്ലേ, ആ കോന്തൻ. അവൾ അത്രയും പറഞ്ഞിട്ട് വേഗം അകത്തേക്ക് പോയി കളഞ്ഞു. രേവമ്മായി ഒരു വെളിച്ചപ്പാടിനെ പോലെ വിറച്ചു. ബാലശങ്കർ നിശബ്ദം നടന്നു. തിരിച്ച് ശങ്കരമംഗലത്തെ എല്ലുമ്പോൾ മാലതി കാത്തു നിൽക്കുകയായിരുന്നു. രേവമ്മായി എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് അറിയാമായിരുന്നു. എന്തായിരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയോടെ അവൾ ബാലശങ്കറിനെ നോക്കി. എവിടെ നടന്നതെന്നും ബാലേട്ടൻ അറിയാതിരുന്നാൽ മതിയായിരുന്നു. ബാലശങ്കറിന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടപ്പോഴേ എല്ലാം രേവമ്മായിൽ നിന്നും അറിഞ്ഞിട്ടാണ് വരവെന്ന് മനസ്സിലായി. എന്തിനായിരുന്നു പോലീസ് കേസ് ഉണ്ടായത്? ബാലശങ്കർ ശാന്തനായി ചോദിച്ചു. മാലതി ഒന്ന് പരിങ്ങി. പറഞ്ഞോളൂ മാലു, രേവമ്മായിയുടെ നാവിൽ നിന്ന് വീഴുന്നതൊക്കെ കള്ളമാണെന്ന് എനിക്കറിയാം. ബാലശങ്കർ ചിരിച്ചു. ഞാനും പ്രിയംവദ ഇവിടെ അഴിഞ്ഞാടിയാണ് ജീവിക്കുകയെന്ന്. അസമയത്ത് ആണുങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് മാലതി മടിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. കുറുപ്പമ്മാവനും കല്ലറയ്ക്കൻ ജോർജ് കുട്ടിയൊക്കെ കൊടുത്ത പരാതിയിൽ അമ്മാവി ഒപ്പിട്ടു. എസ്ഐയും പോലീസുകാരും അന്വേഷിക്കാനും വന്നിരുന്നു. ഓഹോ, അതും രേവമ്മായി ചെയ്തോ? എന്നിട്ട് നിങ്ങളെ ഉപദേശിച്ചു എന്നൊക്കെയാണല്ലോ എന്നോട് പറഞ്ഞത്. വക്കീല് പറഞ്ഞു കുറ്റം സമ്മതിക്കാൻ. കൂടെ ദേവികയും കുറുപ്പമ്മാവൻ്റെ മകളും കല്ലറയ്ക്കൻ്റെ ഭാര്യയും ഒക്കെ ഉണ്ടെന്ന് പറയാൻ. അത് പറഞ്ഞതുകൊണ്ടാണ് രേവമ്മായിക്ക് ദേഷ്യം. അതുവരെ ദിവസവും രാത്രിയിൽ വീടിന് മുന്നിൽ വലിയ ബഹളമായിരുന്നു. മഹേശ്വരൻ പിള്ള സാറാണ് സ്റ്റേഷനിൽ വന്നത്. അത്രയും കടത്തി നിങ്ങൾ പറയേണ്ടിയിരുന്നില്ല, ബാലശങ്കർ പറഞ്ഞു. അതിന് മറുപടി പറഞ്ഞത് ഹരിയായിരുന്നു. രേവമ്മായിയുടെ പേരുകൂടി പറയണമായിരുന്നു. ബാലശങ്കറും മാലതിയും വല്ലാതെയായി. ഇതൊന്നും ഹരി അറിയരുതെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഹരി എല്ലാം കേട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞതല്ലേ അമ്പാടിയിലേക്ക് പോകണ്ടാന്ന്. കേൾക്കാനുള്ളതെല്ലാം കേട്ടിരിക്കുമല്ലോ. എന്നിട്ടായിരിക്കുമല്ലോ പോന്നത്. ഏതായാലും ഞാനും ഒന്ന് കാണുന്നുണ്ട് അമ്പലത്തിലെ അടിച്ചുതള്ളിക്കാരിയെ. ഹരി, രേവമ്മയെ പറഞ്ഞപ്പോൾ ബാലേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. ഏട്ടത്തിയമ്മയും പ്രിയംവദയും വേശ്യകളാണെന്നല്ലേ അവർ പറഞ്ഞതിൻ്റെ അർത്ഥം. അമ്മാവി അടിച്ചുതള്ളിക്കാരി ആയിരുന്നപ്പോഴുള്ള സ്വഭാവം എന്താണെന്ന് ആർക്കും അറിയില്ലെന്നാ വിചാരം. ആട്ടെ, ഇനി കൊച്ചേട്ടന് ദേവികയെ കിട്ടുമോ? ഹരി ശബ്ദമുയർത്തി. ബാലശങ്കർ മൗനിയായി. ഹരി പിന്നെ ഒന്നും ചോദിച്ചില്ല. അത് അനുഗ്രഹമായെന്ന് ബാലശങ്കറിന് തോന്നി. ഹരി അകത്തേക്ക് കയറിപ്പോയി. അവൻ വേഷം മാറി ഉടനെ തന്നെ പുറത്തേക്കിറങ്ങി. നീ എവിടെ പോകുന്നു ഹരി? ബാലശങ്കർ വിളിച്ചു ചോദിച്ചു. കുറേ നാളായില്ലേ ബാലേട്ടാ ഈ നാടൊക്കെ കണ്ടിട്ട്.
ഇനിയും ജയിലിലോട്ടല്ലേ തിരിച്ചു പോകേണ്ടത്? ഹരി പറഞ്ഞു. അവൻ നേരെ പോയത് അമ്പാടിയിലേക്കാണ്. രേവമ്മായി വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഹരിയെ കണ്ടപ്പോഴേ എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണെന്ന് രേവതി അമ്മയ്ക്ക് മനസ്സിലായി. രേവതി അമ്മയ്ക്കാണെങ്കിൽ അരിശപ്പെട്ട് നിൽക്കുകയായിരുന്നു. സ്വന്തം മകൾ തനിക്കെതിരെ സംസാരിച്ചിരിക്കുന്നു. ജയനെ അല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കില്ലെന്ന്. ആ ദേഷ്യത്തിന് ദേവികയെ പൊതിരെ തല്ലിയിട്ട് ഗോവിന്ദമേനോന് നേരെ തട്ടിക്കയറുമ്പോഴാണ് ഹരിയുടെ വരവ്. ചട്ടമ്പി വരണുണ്ട്. അവർ പിറുപിറുത്തു. ഹരി തിണ്ണയിലേക്ക് കയറി. ഹരിക്കുട്ടനോ? ജയൻ എവിടെ? ഗോവിന്ദമേനോൻ ക്ഷീണിച്ച സ്വരത്തിൽ ചോദിച്ചു. കൊച്ചേട്ടൻ എന്തിനാ ഇവിടെ വരുന്നത്? തന്നെയുമല്ല, ദേവികയുടെ കല്യാണം മറ്റൊരാളുമായി നടത്താൻ പോകുന്ന സ്ഥിതിക്ക് കൊച്ചേട്ടൻ വരുന്നത് ശരിയല്ലല്ലോ. ഹരി രേവമ്മായിയെ പാളി നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. താൻ പറഞ്ഞതൊക്കെ ബാലൻ പറഞ്ഞിട്ടുണ്ടെന്ന് രേവതി അമ്മയ്ക്ക് ബോധ്യമായി. അതെന്താടാ ഹരി, നീ ഒന്ന് കൊള്ളിച്ചു പറയണത്? കെട്ടിക്കാറായ പെണ്ണിനെ വീട്ടിൽ നിർത്തണമെന്നാണോ പറയുന്നത്? ആകെ കലുകൊണ്ട് നിന്ന രേവതി അമ്മ ഏറ്റുപിടിച്ചു. ഹരി അവരെ ക്രുദ്ധമായി ഒന്ന് നോക്കി. കെട്ടിച്ച് വിടുമെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പൊ ശങ്കരമംഗലവുമായി ബന്ധതയേർന്നാൽ ഒന്നും കിട്ടില്ലെന്നറിയാം. അതുകൊണ്ടല്ലേ ഉണ്ണിക്ക് വേറെ പെണ്ണിനെ തേടിയത്. ഹരി രോഷമുള്ളിലട് ഒതുക്കാൻ പണിപ്പെട്ടു. അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണിനെയൊന്നും പാർപ്പിക്കാനുള്ളതല്ല ഈ തറവാട്. നീയൊക്കെ ജയിലിലായിരുന്നപ്പോ നിന്റെ ഏട്ടത്തിയമ്മയും പെങ്ങളും എങ്ങനെയാ ജീവിച്ചെന്ന് നീ തിരക്കിയോ? അമ്മായി. ഹരി രേവതി അമ്മയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. എൻ്റെ ഏട്ടത്തിയെക്കുറിച്ചും പ്രിയംവദയെയും കുറിച്ചും ഇനി ഒരിക്കൽ കൂടി പറഞ്ഞാൽ അമ്മായി ആണെന്ന് ഞാൻ നോക്കില്ല. അടിമുടി അവൻ വിറച്ചു. പറഞ്ഞാൽ എന്തോ ചെയ്യുവടാ നീ? രേവതി അമ്മയും വിട്ടുകൊടുത്തില്ല. ഹരി ഒരടി കൂടി അവർക്ക് മുന്നിലേക്ക് നീങ്ങി നിന്നു. പിന്നെ രേവതി അമ്മായിക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ആ നാവ് ഞാൻ പിഴുതെടുക്കും. രേവതി അമ്മ വിറച്ചുപോയി. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, പ്രിയംവദ ഞങ്ങളുടെ സ്വത്താണ്. ദേവസ്യയെ കൊന്നത് എന്തിനാണെന്നറിയാമോ? അതുപോലെ 1-2 കൂടി കൊല്ലാൻ ശങ്കരമംഗലത്തെ ഹരിക്ക് ഉളുപ്പൊന്നുമില്ല. രേവതി അമ്മ ദേഷ്യം മുഴുവൻ ഗോവിന്ദമേനോനോട് തീർത്തു. ഇതൊക്കെ കേട്ടിട്ട് അടങ്ങിയിരിക്കുക? നിങ്ങളുടെ പുന്നാര അനന്തരവൻ പറയണത് കേട്ടില്ലേ? ഈ തറവാട്ടിൽ വന്ന് വേണ്ടാദിനം പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നോ? തറവാടിന്റെ കാര്യമൊന്നും അമ്മായി പറയണ്ട. എൻ്റെ ഏട്ടത്തിയമ്മയെക്കുറിച്ചും പെങ്ങളെക്കുറിച്ചും പറഞ്ഞല്ലോ. പണ്ട് അമ്മായി എന്നതാ മോശമായിരുന്നോ? കുന്നുമ്മൽ ഭഗവതി ക്ഷേത്രത്തിലെ അടിച്ചു തളിക്കാരി രേവതി അമ്മയെ ആർക്കും അറിയില്ലെന്നാണോ? ചെണ്ട കൊട്ടണ മാരാരുടെ പുറകെ നടന്നത് ആർക്കാ അറിയാത്തത്? മാരാര് കൈയൊഴിഞ്ഞപ്പം പാവം എൻ്റെ അമ്മാവനെ കറക്കിയെടുത്തു. എൻ്റെ അമ്മ തന്ന അവിയലും പുളിശ്ശേരിയും കൂട്ടിയല്ലേ നല്ലോണം വയർ നിറച്ച് ഊണ് കഴിച്ചത്. എന്നിട്ട് തറവാടിനെ കുറിച്ച് പറയുന്നു. ഒന്നോർത്തോ, എൻ്റെ ഏട്ടന്മാരെ പോലെ പാവമൊന്നുമല്ല ഞാൻ. എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ, ഇനിയും ഞാൻ വല്ലതും വിളിച്ചു പറയും. നാട്ടുകാരെ എല്ലാം അറിയിക്കും. ആ. ഹരി തിരിഞ്ഞു നടന്നു. ഗോവിന്ദമേനോൻ നിസ്സഹായതയോടെ അതേ കിടപ്പിൽ കിടന്നു. രേവതി അമ്മ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ഗോവിന്ദമേനോനെ രൂക്ഷമായി നോക്കിയിട്ട് അകത്തേക്ക് പോയി. ഹരി ഇടവഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവനെ കാത്ത് എന്ന പോലെ ദേവിക നിൽപ്പുണ്ടായിരുന്നു. ഹരി ദേവികയ്ക്ക് മുന്നിൽ നിന്നു. ദിവസങ്ങളോളം അവളുടെ കണ്ണുകൾ തോർന്നിട്ടില്ലെന്ന് തോന്നി. ആ മുഖത്ത് ദുഃഖം ഖനീഭവിച്ച് നിന്നിരുന്നു. ഹരി. അവളിൽ നിന്ന് വാക്കുകൾ നീർമുത്തുകളോടൊപ്പം ചിതറി വീണു. ഈ അഗ്നിപ്രവാഹത്തിൽ നിന്നും എന്നെ ഒന്ന് രക്ഷിക്കുമോ? ഒരു വിതുമ്പലോടെ ദേവിക ചോദിച്ചു. ഹരി ദേവികയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ദേവിക ഇപ്പോഴും കൊച്ചേട്ടനെ സ്നേഹിക്കുന്നു. കൊലപാതകി എന്ന് മുദ്ര കുത്തിയിട്ടും ജയിലിലായിട്ടും ആ സ്നേഹത്തിന് മാറ്റമില്ല. ഹരി, എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കില്ലേ? വീണ്ടും ദേവികയുടെ ചിലമ്പിച്ച സ്വരം. ദേവികെ, ഹരി വിളിച്ചു. അവൾ ദീനഭാവത്തിൽ അവനെ നോക്കി. ഈ ഒരു നരകത്തിൽ നിന്ന് മറ്റൊരു നരകത്തിലേക്കല്ലേ ദേവികയ്ക്ക് പോകാനാവൂ? ഇനിയും എത്ര വർഷം കഴിയണം കൊച്ചേട്ടന് സ്വതന്ത്രനാവാൻ? അതുവരെ ഞാൻ ശങ്കരമംഗലത്ത് ജീവിച്ചോളാം. മാലുവേട്ടത്തിയോടും പ്രിയംവദയോടും ഒപ്പം അവൾ കരഞ്ഞു. ഹരിക്ക് അത്ഭുതം തോന്നി. ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന കുറ്റയാളിയെ സ്നേഹിക്കാനും വിവാഹം കഴിക്കാനും ഒരു പെൺകുട്ടി. ദേവികെ, എന്നേക്കാൾ ഇളയതാണെങ്കിലും നിങ്ങൾ എൻ്റെ ഏട്ടത്തിയമ്മയായി വീട്ടിലേക്ക് കടന്നു വരുന്നത് ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ട്. മാലുവേട്ടത്തിക്കൊപ്പമാണ് നിങ്ങളെ ഞാൻ കാണുന്നത്. പക്ഷേ ഇന്ന് എനിക്കങ്ങനെ കാണാനാവില്ല. ഉണ്ണേട്ടൻ പ്രിയംവദയെ മറന്നതിന് ഞാനും ബലിയാടാകണോ? അതുകൊണ്ടല്ല ദേവികെ. ഉണ്ണി വേറൊരു വഴിയെ പോയെന്ന് കരുതി ദേവികയോട് ഞങ്ങൾക്ക് ആർക്കും പിണക്കമില്ല. പിന്നെ ഞങ്ങളുടെ ശിക്ഷ കഴിയാൻ ഇനിയും 5-6 വർഷം കൂടി കഴിയും. അതുവരെ ദേവികയ്ക്ക് കാത്തിരിക്കാനാകുമോ? ഞാൻ കാത്തിരിക്കാം ഹരി. ഈ ജന്മം മുഴുവൻ ജയേട്ടന് വേണ്ടി ഞാൻ കാത്തിരിക്കാം.
ജയേട്ടനല്ലാതെ മറ്റൊരാൾ എനിക്ക് പുടവ തന്നാൽ ഞാൻ മരിച്ചെന്ന് കരുതിയാൽ മതി. ജയേട്ടനോട് പറയണം ഞാൻ കാത്തിരിക്കാമെന്ന്. അപ്പോഴേക്കും ദൂരെ നിന്നും കുറുപ്പ് വരുന്നത് കണ്ടു. ദാ കുറുപ്പമ്മാവൻ വരുന്നു. അയാളുടെ മകനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാനാ തീരുമാനിച്ചിരിക്കുന്നത്. ദേവിക പതുക്കെ പറഞ്ഞു. ദേവിക പൊയ്ക്കോളൂ, എനിക്ക് അയാളോട് കുറച്ച് കണക്ക് തീർക്കാനുണ്ട്. കുറുപ്പ് വരുന്നത് നോക്കി ഹരി പറഞ്ഞു. ദേവിക പോകാതെ നിന്നപ്പോൾ ഹരി അവൾക്ക് നേരെ തിരിഞ്ഞു. പൊയ്ക്കോളൂ, ദേവികയുടെ ഇഷ്ടമില്ലാതെ കല്യാണം നടത്താൻ തീരുമാനിച്ചാൽ മാലുവേട്ടത്തിയോട് പറഞ്ഞാൽ മതി. മാലുവേട്ടത്തി വേണ്ടത് ചെയ്തോളും. അത്രയും പറഞ്ഞിട്ട് ഹരി വഴിയിലേക്ക് നീങ്ങി നിന്നു. ഒരു നിമിഷം കൂടി അവിടെ തന്നെ നിന്നിട്ട് ദേവിക തിരിച്ചു നടന്നു. കുറുപ്പ് ഹരിയെയും ദേവികയും ദൂരെ നിന്നേ കണ്ടു. ഹരിയാണ് നിൽക്കുന്നതെന്ന് ആദ്യം മനസ്സിലായില്ല. മനസ്സിലായിരുന്നെങ്കിൽ തിരിച്ചു പോകുമായിരുന്നു. അപ്രതീക്ഷിതമായാണ് ഹരിയെ കണ്ടത്. ഇവൻ ജയിലിൽ ചാടി വന്നതാണോ എന്ന് പോലും സംശയിച്ചു. പിന്തിരിഞ്ഞു പോകാൻ പോലും തോന്നി. പക്ഷേ ഹരി തന്നെ കണ്ടിരിക്കുന്നു. ഇനി പോകുന്നത് ഫീൽത്വമാണ്. ചിലപ്പോൾ ഇവിടെ നടന്നതൊന്നും അവൻ അറിഞ്ഞില്ലെങ്കിലോ? കുറുപ്പ് ഹരിയേയും കടന്ന് മുന്നോട്ട് നീങ്ങവേ അവൻ വിളിച്ചു. കുറുപ്പമ്മാവാ. അതെന്താ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാതെ പോകുന്നത്? പാദങ്ങൾ ചെളിയിൽ പുതഞ്ഞതുപോലെ കുറുപ്പ് നിന്നു. കുറുപ്പമ്മാവനോട് നന്ദി പറയാൻ ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുകയായിരുന്നു. ഹരി ചിരിച്ചുകൊണ്ട് തുടർന്നു. എന്റെ ചേട്ടന്മാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സഹായിച്ച ആളല്ലേ? കുറുപ്പമ്മാവന്റെ കഴിവിന് ഞാനൊരു അവാർഡ് തരുന്നുണ്ട്. ഇത്ര വിദഗ്ധമായി കള്ളസാക്ഷി പറയാൻ മറ്റാർക്കും കഴിയില്ല. ഇവൻ തന്നെ പരിഹസിക്കുകയാണെന്ന് കുറുപ്പിന് മനസ്സിലായി. മാലതിയുടെയും പ്രിയംവദയുടെയും പേരിൽ കേസ് കൊടുത്ത കാര്യം അറിയാതിരുന്നാൽ മതിയായിരുന്നു. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അടുത്ത ചോദ്യം ഉയർന്നത്. എന്റെ ഏട്ടത്തിയമ്മയും പ്രിയംവദയും ആരുടെ കൂടെയൊക്കെയാണ് അന്തി ഉറങ്ങിയത്? ഹൃദയത്തിലൂടെ ഇടിമിന്നൽ കടന്നുപോയതുപോലെ കുറുപ്പിന് തോന്നി. ഹരി കുറുപ്പിന്റെ മുഖം അടച്ചൊരടി കൊടുത്തു. കണ്ണിൽ അന്ധകാരം പടരുന്നത് പോലെ തോന്നി കുറുപ്പിന്. പറയടാ വട്ടി, എന്റെ ഏട്ടത്തിയമ്മയും പ്രിയംവദയും വേശ്യകളാണല്ലേ? വീണ്ടും ഒരടി കൊടുത്തു. കുറുപ്പ് നിലത്ത് വീണുപോയി. ഇടവഴിയിലൂടെ നടന്നു വരുന്നവരൊക്കെ അത് കണ്ട് ഭയന്ന് പിന്നോട്ട് മാറി. തനിക്ക് ശങ്കരമംഗലവുമായിട്ട് ഇച്ചിരി ബന്ധമുള്ളതുകൊണ്ട് ഇത്രേ തരുന്നുള്ളൂ. ഒന്നോർത്തോ, ഇനിയും എന്തെങ്കിലും അവരെക്കുറിച്ച് പറഞ്ഞെന്ന ഞാൻ അറിഞ്ഞാൽ തന്നെ ഞാൻ കൊല്ലും. ജയിലിലാണെന്നൊന്നും കരുതണ്ട, ജയിലിൽ ചാടിയിട്ടാണെങ്കിലും ഞാനിവിടെ ഉണ്ടാവും. ഹരി കൈ തട്ടിക്കുടഞ്ഞിട്ട് വേഗം നടന്നു. കുറുപ്പ് നിലത്ത് നിന്ന് എഴുന്നേക്കാൻ കുറേ സമയമെടുത്തു. ദേവികയായിരിക്കും എല്ലാം അവനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. തന്നെ കണ്ടപ്പോഴാണ് അവൾ പോയത്. കുഴപ്പമില്ലടി, എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് നീ ചെമ്പകശ്ശേരിലോട്ട് വാ. ഇതിനൊക്കെ ഞാൻ സമാധാനം പറയിച്ചോളാം. മനസ്സിൽ പെറുപിറുത്തുകൊണ്ട് എഴുന്നേറ്റ് വരുമ്പോൾ 1-2 പേർ ചുറ്റും നിൽക്കുന്നതാണ് കണ്ടത്. മുഖത്ത് വന്ന ജാള്യം മറച്ചു പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങുമ്പോൾ ആരോ ചോദിച്ചു. എന്താ കുറുപ്പേട്ടാ, ശങ്കരമംഗലത്തെ ഹരി ഒന്ന് പെരുമാറിയെന്ന് തോന്നുന്നു. ഏയ്, ജയിലിലെ വാർഡൻ ഇരിക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരുമായിരുന്നു. കുറുപ്പ് പിന്നെ അവിടെ നിന്നില്ല. നേരെ അമ്പാടിയിലേക്കാണ് പോയത്. കുറുപ്പ് വരുന്നത് കണ്ടപ്പോഴേ ദേവിക അടുക്കളയിലേക്ക് വലിഞ്ഞു. താനും ഹരിയുമായി സംസാരിച്ചത് അമ്മയോട് പറയുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. കുറുപ്പ് വന്ന ഉടനെ രേവതി അമ്മയെ വിളിച്ചു. ശങ്കരമംഗലത്തെ ആ തലതെറിച്ചവൻ ഇവിടെ വന്നിട്ടാണോ പോയത്? കുറുപ്പ് ചോദിച്ചു. ഇപ്പൊ പോയതേ ഉള്ളൂ. ഒരുത്തനെ കൊന്നു വെച്ച് നാട്ടുകാരല്ല അവനെ പേടിച്ചോടണോ? രേവതി അമ്മ തിരിഞ്ഞ് ഗോവിന്ദ മേനോനെ ചൂണ്ടി തുടർന്നു. ഹിദിയാന്റെ മുന്നിൽ വെച്ച് അവൻ എന്നെ എന്തൊക്കെ ചീത്ത പറഞ്ഞെന്നോ. പെങ്ങളുടെ മോനല്ലയോ, കമാന്നൊരക്ഷരം പറയാതെ കിടക്കുന്നു. ആ വാക്കുകളിൽ കോപം തുടിച്ചു നിന്നു. അവൻ അത്രയല്ലേ പറഞ്ഞുള്ളൂ രേവേ, അതിനും അപ്പുറമുള്ളതിന് നീ അർഹയാണ്. ഗോവിന്ദ മേനോൻ ദൃഷ്ടി മാറ്റി. ആദ്യാന്റെ പറച്ചില് കേട്ടോ കുറുപ്പേട്ടാ? ചൊറിച്ചില് വരണ വർത്താനം. ഞാൻ ആരാണ്ടയുടെ കൂടെയൊക്കെ പോയെന്ന് അവൻ ഇവിടെ വന്നിന്ന് പറഞ്ഞപ്പോ ഇത് ഞാൻ കേട്ടോണ്ട് നിന്നിരിക്കുന്നു. കുറുപ്പ് ചേട്ടൻ അറിയാവോ, ഇത് ഞാൻ എൻ്റെ കാല് പിടിച്ചിട്ടാ ഞാൻ കൂടെ ഇറങ്ങി ചെന്നത്. അല്ലാതെ വലിഞ്ഞു കയറി വന്നവളല്ല ഞാൻ. എന്നിട്ട് ഇത് ഞാൻ പറയണത് കേട്ടില്ലേ? അങ്ങനൊരു ദുർബുദ്ധി അന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണല്ലോ ഇന്ന് ഞാൻ ദുഃഖിക്കേണ്ടി വന്നത്. എല്ലാം കർമ്മഫലം. ഗോവിന്ദ മേനോൻ എഴുന്നേറ്റ് പോയി. ഗോവിന്ദ മേനോൻ പോയോന്ന് ഒരിക്കൽ കൂടി നോക്കിയിട്ട് കുറുപ്പ് അല്പം കൂടി രേവതി അമ്മയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. രേവതി അമ്മേ, എൻ്റെ മകൻ പ്രഫുല്ലചന്ദ്രനും ദേവികയും തമ്മിലുള്ള കല്യാണം നമ്മൾ വാക്കാൽ പറഞ്ഞു വെച്ചിരിക്കുന്നതാ. അതിനു മുമ്പ് ദേവികയുടെ ഈ ഏർപ്പാട് ശരിയല്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തോ ഏർപ്പാടാ കുറുപ്പേട്ടാ? രേവതിയമ്മ ഒന്നും മനസ്സിലാകാതെ കുറുപ്പിനെ മിഴിച്ചു നോക്കി. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഹരിയുമായിട്ട് ഇടവഴിയിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. പെണ്ണ് കരഞ്ഞോണ്ടാ ഏതാണ്ടൊക്കെ പറഞ്ഞത്.
അവൾ എന്നെക്കുറിച്ചായിരിക്കും അവനോട് പറഞ്ഞു കൊടുത്തത്. അവൻ എന്നോടും വഴക്കിട്ടിട്ടാ പോയിരിക്കുന്നത്. കുറുപ്പേട്ടൻ അവൻ വല്ലതും ചെയ്തോ? അതിനിമ്മിണി പുളിക്കും. ഇത് പഴയ മണ്ണ, നല്ല ശേല്. രേവതി അമ്മ ദേവിക നിർത്തണ്ടെടുത്ത് നിർത്തിക്കോണം. അത് ഞാൻ നിർത്തിക്കോളാം. എത്രയും പെട്ടെന്ന് നമുക്കത് നടത്തണം. ചെറുക്കൻ ഇങ്ങ് വന്നോട്ടെ, ഞാൻ എഴുതിയിട്ടുണ്ട്. ദേവിക എന്തേ? എന്നെ കണ്ട് ഒളിച്ചിരിക്കുകയായിരിക്കും. അവൾ അടുക്കളയിലാ. അടുക്കള ജോലിക്ക് അവളെ മാറ്റി നിർത്തണ്ട, എൻ്റെ സ്വഭാവം തന്നെ. രേവതി അമ്മ മകളെ പുകഴ്ത്താൻ തുടങ്ങി. ഉണ്ണിയും പെണ്ണും വന്നില്ലേ? എൻ്റെ കുറുപ്പേട്ടാ, അവള് നമുക്ക് ചേർന്ന പെണ്ണല്ലാതായിപ്പോയി. ഭയങ്കര പത്രാസുകാരിയാ. ഇപ്പൊ അവൾക്ക് മാറി താമസിക്കണമെന്നാ പറയുന്നത്. കല്യാണം കഴിച്ച ഉടനെ മാറി താമസിച്ചാൽ കുറച്ചിൽ നമുക്കല്ലേ. അതുമല്ല, വേറെ ആൺമക്കൾ ഉണ്ടായിരുന്നെങ്കിൽ തരക്കേടില്ല. ഇത് അവൻ മാത്രമല്ലേ ഉള്ളൂ. ഇതൊക്കെ അവനുള്ളതല്ലേ. അവനാണെങ്കിൽ തനി പെങ്കോന്തന. രേവതി അമ്മ വിഷമിക്കണ്ട, ഞാൻ അവളോട് പറഞ്ഞോളാം. അവര് മാറി താമസിക്കൊന്നുമില്ല. പിന്നെ ദേവിക ഒന്ന് ഉപദേശിച്ചേക്കണം. ശങ്കരമംഗലത്തുകാരുമായി ഒരു ഏർപ്പാടും വേണ്ട. കുറുപ്പ് യാത്ര പറഞ്ഞു തുടങ്ങി. 1-2 ദിവസങ്ങൾ കൂടി കടന്നുപോയി. ബാലശങ്കറും ജയനും വീടിന് പുറത്തേക്ക് ഇറങ്ങിയില്ല. ഹരി വൈകുന്നേരം ഒന്ന് ചുറ്റിക്കറങ്ങും. കല്ലറയ്ക്കനെയും ചാണ്ടിക്കുഞ്ഞിനെയും കാണുകയായിരുന്നു ലക്ഷ്യം. 2 പേരും സ്ഥലത്തില്ലെന്നറിഞ്ഞു. കല്ലറയ്ക്കൻ ജോർജ് കുട്ടിയോട് അല്പം കണക്ക് തീർക്കാനുണ്ട്. ചാണ്ടിക്കുഞ്ഞിനെ കാണുന്നത് മേലിൽ ശങ്കരമംഗലത്തേക്ക് വരരുതെന്ന് പറയാനാണ്. ഹരി വന്നതറിഞ്ഞ് കല്ലറയ്ക്കൻ ഭയന്ന് കഴിയുകയായിരുന്നു. കുറുപ്പിനെ തല്ലിയെന്ന് കൂടി അറിഞ്ഞപ്പോൾ കുറേ ദിവസം മാറി നിൽക്കാമെന്ന് കരുതി ഭാര്യ വീട്ടിലേക്ക് പോയതാണ്. ജയനായിരുന്നു ദുഃഖമേറെയും. ഒരു ജയിൽ പുള്ളി ആശിക്കാനാവാത്തതാണെങ്കിലും ദേവികയെ തനിക്ക് മറക്കാനാവില്ല. പരോൾ അനുവദിച്ചപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചു. ദേവികയെ കാണാമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു. ജയിലിലെ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുമ്പോഴും നനുത്തൊരു സ്പർശനം പോലെ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ കുളിർമഴ പെയ്യുമായിരുന്നു. തനിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന പെൺകുട്ടി, താൻ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കുന്ന പെൺകുട്ടി. പക്ഷേ ഇനി തനിക്ക് അവളെ കിട്ടുമോ? ഇല്ല, ആശിക്കാനും കഴിയില്ല. ഉണ്ണി വേറെ പെണ്ണിനെ തേടിപ്പോയപ്പോഴേ ദേവിയേക്ക് തനിക്ക് നഷ്ടപ്പെട്ടു. ഓർത്തപ്പോൾ അവൻ്റെ മിഴിക്കോണുകളിൽ നീർമുത്ത് നിറഞ്ഞു. ആരുടെ തണുത്ത കരുതലം ചുമലിൽ സ്പർശിച്ചപ്പോൾ ജയൻ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു. ഹരി. ജയന്റെ ദുഃഖത്തിന് കാരണം ഹരിക്ക് അറിയാമായിരുന്നു. കൊച്ചേട്ടാ, ഹരി മെല്ലെ വിളിച്ചു. എല്ലാരെയും കരയിച്ചത് ഞാനാണ്. ശങ്കരമംഗലത്തെ വിളക്ക് ഊതിക്കെടുത്തിയത് ഞാനാണ്. പ്രിയംവദയ്ക്ക് ഉണ്ണിയെ നഷ്ടപ്പെട്ടത് ഞാൻ കാരണമാണ്. ഞാൻ ചെയ്ത കുറ്റത്തിന് നിങ്ങൾ 2 ആളും കൂടി കുറ്റവാളികളായി. കൊച്ചേട്ടന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഒന്നോർത്തോളൂ, ഈ ഹരി ജീവിച്ചിരിക്കുമ്പോൾ ദേവിക ശങ്കരമംഗലത്ത് തന്നെ വരും, ജയശങ്കറിന്റെ ഭാര്യയായിട്ട്. ഹരി. അതെ, ഹരി തന്നെയാണ് പറയുന്നത്. അവന്റെ സ്വരം ദൃഢമായി. വേണ്ട ഹരി, ശിക്ഷ തീരാൻ ഇനിയും എത്രയോ വർഷങ്ങൾ കഴിയണം. അതുവരെ ദേവിക കാത്തിരിക്കണമെന്ന് പറയുന്നത് പോലും തെറ്റാണ്. തന്നെയുമല്ല, പ്രിയംവദയുടെ ജീവിതത്തിന് വിലങ്ങുതടിയായി നിന്നുകൊണ്ട് ഒന്നും വേണ്ട. പ്രിയംവദയ്ക്ക് ഇനിയും ജീവിതമുണ്ട്. നമ്മൾ 3 പേർ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ ജീവിതം തകരുമോ? ഒരു ഉണ്ണി പോയാൽ ശങ്കരമംഗലത്ത് നിന്ന് ഒരു പാഴ്മരം പൊഴിഞ്ഞു എന്ന് കരുതിയാൽ മതി. ഹരി ഒന്ന് നിർത്തിയിട്ട് ഒരു നിമിഷം മൗനം ഭജിച്ചു. പിന്നെ തുടർന്നു. ഉണ്ണി മാത്രമല്ലല്ലോ ഈ നാട്ടിലുള്ളത്, വേറെയും ചെറുപ്പക്കാരില്ലേ? ശങ്കരമംഗലം വിറ്റിട്ടാണെങ്കിലും അവൾക്ക് നല്ലൊരു ജീവിതം കരുപിടിപ്പിക്കാൻ നമുക്ക് കഴിയില്ലേ? ഹരിയേട്ടാ. വാതിക്കൽ നിന്ന് ചെറിയൊരു ശബ്ദം. ജയനും ഹരിയും അവിടേക്ക് നോക്കി. പ്രിയംവദ വാതിൽ പാളിയിൽ ചാരി നിൽക്കുകയാണ്. ഹരി മൂകനായി. എന്നെ ഓർത്ത് നിങ്ങൾ ആരും ദുഃഖിക്കരുത്. ഞാൻ ഇവിടെ ഇങ്ങനെ ജീവിച്ചോളാം. തകർന്ന വീടയിൽ നിന്നുള്ള നാദം പോലെ വാക്കുകൾ ഉടഞ്ഞു വീണു. പ്രിയംവദേ, ഞങ്ങൾ 3 പേരുള്ളപ്പോൾ നിന്റെ ജീവിതം തകരില്ല. അമ്പാടിയിലെ രേവമായി തോൽപ്പിച്ചാൽ തോൽക്കുന്നവരല്ല ശങ്കരമംഗലത്തെ ആണുങ്ങൾ. ഉണ്ണിയേക്കാൾ യോഗ്യനായ ഒരുത്തനെ ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയും. ഹരി ശബ്ദമുയർത്തി. പക്ഷേ അവരൊന്നും ഉണ്ണിയേട്ടനാവില്ലല്ലോ. പ്രിയംവദയുടെ സ്വരം ഇടറി. എനിക്കിനി മറ്റൊരാളെ സ്നേഹിക്കാനാവില്ല, മറ്റൊരാളോടൊപ്പം ജീവിക്കാനാവില്ല. ഹരിയേട്ടനും കൊച്ചേട്ടനും ഒന്നും എന്നെ ഓർത്ത് വിഷമിക്കരുത്. ഒരപേക്ഷയുള്ളൂ, കൊച്ചേട്ടൻ ദേവിക ഉപേക്ഷിക്കരുത്. ദേവിക കൊച്ചേട്ടന് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ്. പ്രിയംവദ പിന്നെ അവിടെ നിന്നില്ല. ഇറ്റിറ്റ് വീഴുന്ന മെഴുനീർത്തുള്ളികൾ തുടച്ചു കളയാൻ പോലും മറന്ന് മുറി വിട്ടിറങ്ങാൻ തുടങ്ങുമ്പോൾ വാതിക്കൽ നിൽക്കുന്നു മറ്റൊരു നിഴൽ. ദേവിക നിശ്ചലമായി നിൽക്കുകയാണ്. പ്രിയംവദ ഒരു നിമിഷാർത്ഥം ദേവികയെ ഒന്ന് നോക്കിയിട്ട് വേഗം അപ്പുറം കടന്നു. ദേവിക പൊട്ടിത്തകരും പോലെ നിൽക്കുകയാണ്. ജയന്റെയും ഹരിയുടെയും ദൃഷ്ടി അവളിലാണ്.
ഹരി സാവധാനം നടന്ന് വാതുക്കലെത്തി. പിന്നെ ധൃതിയിൽ പുറത്തേക്ക് നടന്നു. ജയനും ദേവികയും മുഖാമുഖം എത്ര നേരം നോക്കി നിന്നു എന്നറിയില്ല. ഇരുവർക്കും എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു വീർപ്പുമുട്ടലിൽ വാക്കുകൾക്ക് ക്ഷാമം നേരിട്ടു. ദുഃഖത്തിന്റെ തീമഴയിൽ ദേവിക ആടി ഉലയുകയാണ്. മൗനം, വാചാലമായ നിമിഷങ്ങൾ. ഒരു യുഗത്തിന്റെ മുഴുവൻ ദുഃഖവും പേറിക്കൊണ്ടാണ് ജയൻ നിൽക്കുന്നത്. ദേവിക അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആകെ ക്ഷീണിച്ചിരിക്കുന്നു. അവൾക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു ജയന്റെ ആ രൂപം. ജയേട്ടാ! ഒടുവിൽ എപ്പോഴോ ഒരു പഴുത്ത ഇല പൊഴിഞ്ഞു വീഴും പോലെ അവൾ നിന്ന് വാക്കുകൾ അടർന്നു വീണു. ജയൻ അപ്പോഴും അതേ നിൽപ്പ് തുടരുകയാണ്, ഒന്ന് ചലിക്കുക പോലും ചെയ്യാതെ. ജയേട്ടാ! വീണ്ടും അവൾ വിളിച്ചു. അവൾ ഉറക്കെ കരഞ്ഞു പോകുമോ എന്ന് പോലും തോന്നി. എന്നിട്ടും ജയനിൽ നിന്നൊരു പ്രതികരണം ഉണ്ടായില്ല. അത് അവളെ കൂടുതൽ വേദനിപ്പിച്ചു. ദേവിക പിന്നെ ഒരു കുതിപ്പായിരുന്നു. ജയന്റെ മാറിലേക്ക് ഒരു മയിൽപ്പീലി തണ്ടുപോലെ അവൾ വീണു. എന്നോട് വെറുപ്പാണോ? ജയേട്ടാ പറയ്, എന്നോട് വെറുപ്പാണോ? അവൾ ശക്തമായി തേങ്ങി. ജയന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. എന്തെങ്കിലും ഒന്ന് പറയ് ജയേട്ടാ. ഇത്ര നാൾ ഞാൻ കാത്തിരുന്നത് ഇതിനാണോ? ഒന്ന് കാണാൻ എത്ര കൊതിച്ചു. എന്നിട്ടും അവൾ അവൻ്റെ മാറിൽ തല പൂഴ്ത്തി. ദേവികെ! അവളുടെ കരച്ചിലിന് ശക്തി കൂടിയപ്പോൾ ജയൻ മൃദുവായി വിളിച്ചു. എന്തേ കൊച്ചുകുട്ടികളെ പോലെ? ആരെങ്കിലും കണ്ടാൽ? തുറന്നു കിടക്കുന്ന വാതുക്കലേക്ക് അവൻ നോക്കി. കാണട്ടെ, എല്ലാരും കാണട്ടെ. ഞാൻ ഇനി എവിടെയും പോവില്ല. ജയേട്ടനെ വിട്ട് എങ്ങും പോവില്ല. അവൾ കൊച്ചുകുട്ടിയുടെ ശാഠ്യത്തോടെ പറഞ്ഞു. ദേവികെ, നീ വിചാരിക്കും പോലെ സ്ഥിരതാമസത്തിനൊന്നും വന്നതല്ല ഞാൻ. ഇനി വിരലിലെണ്ണാവുന്ന ദിവസം കൂടി കഴിയുമ്പോൾ വീണ്ടും ജയിലിലേക്കാണ് ഞാൻ പോകുന്നത്. ജയേട്ടൻ പോകുന്നതിന് മുമ്പ് എൻ്റെ കഴുത്തിൽ ചെറിയൊരു താലി കെട്ടിയാൽ മതി. ഞാനിവിടെ മാലുവേട്ടത്തിയോടൊപ്പം കഴിഞ്ഞോളാം. ദേവിക ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. ദേവികെ, എനിക്ക് വേണ്ടി നീ കാത്തിരിക്കരുത്. ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൊലയാളിക്ക് ഇതുപോലെ അധികൃതരുടെ കാരുണ്യം കൊണ്ട് വർഷത്തിലൊരിക്കൽ കിട്ടുന്ന പരോളിൽ ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കാനാവില്ല. ഉണ്ണിയുടെ കല്യാണം നടന്നതുപോലെ നല്ലൊരു ബന്ധം നിനക്കും ഉണ്ടാവും. അമ്മാവി നിനക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടെത്തും. വളരെ ഹൃദയവേദനയോട് ആണ് അവൻ ഇങ്ങനെ പറഞ്ഞത്. ജയേട്ടാ, അങ്ങനെയൊന്നും പറയരുതേ. അവൾ ജയന്റെ വായ് പൊത്തി. ഉണ്ണിയേട്ടനെ പോലെ കഴിഞ്ഞതൊന്നും മറക്കാൻ എനിക്കാവില്ല. ജീവിതത്തിൽ ഞാൻ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ആ ഒരാളോടൊപ്പം മാത്രമേ ജീവിക്കാനേ കൊതിച്ചിട്ടുള്ളൂ. അതിന് കഴിയാതെ വന്നാൽ അമ്പാടിയിലെ ദേവിക മരിച്ചു എന്ന് കരുതിയാൽ മതി. അവൾ ഏങ്ങലടിച്ചു. എന്താ ദേവികെ, നീ ഭ്രാന്തു പറയുകയാണോ? അല്ല, സത്യമാണ് ഞാൻ പറയുന്നത്. ജയേട്ടനറിയോ, അമ്മയും കുറുപ്പമ്മാവനും കൂടെ എനിക്ക് പറഞ്ഞിരിക്കുന്ന ചെറുക്കൻ ആരാണെന്ന്? പ്രഫുല്ലചന്ദ്രൻ, കുറുപ്പമ്മാവന്റെ മകൻ. അയാളോടൊപ്പം ജീവിക്കുന്നതാണോ ജയേട്ടൻ പറയണത്? അതിലും ഭേദം ജയേട്ടൻ എന്നെ കഴുത്ത് ഞെരിച്ച് എന്നെ കൊല്ലുന്നതാ. ജയൻ നിശബ്ദം നിന്നു. പ്രഫുല്ലചന്ദ്രനെ തനിക്കറിയാം. തനി തല്ലിപ്പൊളി. പെണ്ണുങ്ങൾ അവൻ്റെ ഒരു ദൗർബല്യമായിരുന്നു. അവൻ മൂലം വഴിയാധാരമായ പെൺകുട്ടികൾക്ക് കണക്കില്ല. ജോലി കിട്ടി അവൻ പാലക്കാട്ടേക്ക് പോയതിനു ശേഷമാണ് പല അമ്മമാർക്ക് സമാധാനമായത്. ജോലി സ്ഥലത്തും അവൻ്റെ സ്വഭാവം മുടങ്ങിയിട്ടില്ലെന്നാണ് പലരും പറയുന്നത്. ജയേട്ടൻ എന്താ വേണ്ടാത്തത്? അതോ ഉണ്ണിയേട്ടൻ കാട്ടിയതിനുള്ള ശിക്ഷ എനിക്ക് തരികയാണോ? അവൾ ചോദിച്ചു. എന്നിട്ടും ജയൻ മൗനം പൂണ്ടതേയുള്ളൂ. എൻ്റെ അമ്മയും ഉണ്ണിയേട്ടനും പൊറുക്കാനാവാത്ത തെറ്റാണ് ചെയ്തത്. അതിനുള്ള ശിക്ഷ ജയേട്ടൻ എനിക്ക് തന്നോളൂ. ജയേട്ടൻ തരുന്ന ഏത് ശിക്ഷയും സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചോളാം. പക്ഷേ ആ സ്നേഹം നിഷേധിച്ചുകൊണ്ടുള്ള ശിക്ഷ മാത്രം എനിക്ക് തരരുതേ. എനിക്കത് സഹിക്കാനാവില്ല. അവൾ തൊഴുകൈയോടെ അപേക്ഷിച്ചു. ഇവളെ എന്തു പറഞ്ഞാണ് പിന്തിരിപ്പിക്കേണ്ടതെന്നറിയാതെ ജയൻ വിഷമിച്ചു. ഇവളുടെ ജീവിതം താനായിട്ട് കശക്കി എറിയണ്ട. ഭർത്താവും കുട്ടികളുമൊത്ത് നല്ല ജീവിതം ഇവൾക്കെങ്കിലും കിട്ടട്ടെ. അപ്പോഴേക്കും ദേവികയുടെ ആർദ്രമായ സ്വരം. എൻ്റെ ഹൃദയത്തിൽ ആദ്യമായി സ്നേഹത്തിന്റെ ഹരിശ്രീ കുറിച്ചത് ജയേട്ടനാണ്. അതിനി മായ്ച്ചു കളയാൻ ഒരു ജന്മത്തെ തപസ് കൊണ്ടുപോലും കഴിയില്ല. പറയൂ ജയേട്ടാ, ബാലേട്ടൻ കൊരുത്ത മാലയിലെ ഒരു വാടിയ പൂവാകാനെങ്കിലും എന്നെ അനുവദിക്കില്ലേ? സ്നേഹം കൊണ്ടുള്ള ഈ കൊട്ടാരത്തിലേക്ക് ഞാനും ഒന്ന് കടന്നു വന്നോട്ടെ. അവളിൽ നിന്ന് ചിതറിത്തെറിച്ച വാക്കുകൾക്ക് വായ്ത്തലയുടെ മൂർച്ചയുണ്ടായിരുന്നു. ഹൃദയത്തെ കീറി മുറിക്കുന്നത് പോലെ ജയന് തോന്നി. ചോര വാർന്നൊലിക്കുന്നു. അസഹ്യമായ വേദനയാൽ അയാൾ പിടഞ്ഞു. ദേവികെ! അശരണയായ ഒരു പെൺകുട്ടി അഭയത്തിനായി കേഴുന്നത് പോലെ അവൾ നിന്നു. ഞാനൊരു കൊലപാതകയാണ്. ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റവാളിയാണ്. അത്തരമൊരാളെ നിനക്ക് ഭർത്താവായി വേണോ? ദേവികെ, നിനക്കൊരു ദാമ്പത്യ ജീവിതം കിട്ടണമെങ്കിൽ എത്രയോ വർഷങ്ങൾ വേണ്ടിവരുമെന്നറിയാമോ? സമൂഹത്തിൽ പുഴുക്കത്തേറ്റ കുറ്റവാളിയോടൊപ്പമുള്ള ജീവിതം പൂമെത്തെ ആയിരിക്കില്ല പെണ്ണേ.
ഇരമ്പി അമരുന്ന ശീതക്കാറ്റിൻ്റെ ആരവം പോലെയായിരുന്നു ആ ശബ്ദം. സമൂഹത്തിൻ്റെയും കോടതിയുടെയും മുന്നിൽ ജയേട്ടൻ കുറ്റവാളിയായിരിക്കാം, കൊലപാതകിയായിരിക്കാം. പക്ഷേ എനിക്കറിയരുതോ എൻ്റെ ജയേട്ടനെ? ജയേട്ടാ, ആ കുറ്റവാളി എനിക്കിഷ്ടമാണ്. ആ കൊലപാതകിയോടൊപ്പമുള്ള ജീവിതം മതി എനിക്ക്. ഈ ദേവിക കാത്തിരിക്കും. ജയിലിൽ നിന്ന് മടങ്ങി വരുന്ന ജയേട്ടന് വേണ്ടി ഈ ദേവിക കാത്തിരിക്കും. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അതിന് കഴിയാതെ വന്നാൽ ഇനി പരോളിൽ വരുന്ന ജയേട്ടന് എൻ്റെ ശവമേ കാണാൻ കഴിയൂ. അവൾ ഏങ്ങലടിച്ചു. അവൻ്റെ മാറിടം അവളുടെ മിഴുനീർ തുള്ളികൾ വീണ് നനഞ്ഞു. എന്തോ ഉൾപ്രേരണയാൽ ജയൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. പിന്നെ ആ മിഴുനീർ തുള്ളികൾ സ്വന്തം കരത്തലത്താൽ ഒപ്പിയെടുത്തു. കരയരുത് ദേവികെ എന്ന ഹരി കല്ലറയ്ക്കൻ ജോർജ് കുട്ടിയുടെ വീട്ടിന് മുന്നിൽ നിന്നു. എവിടെയോ പോകാനായി വേഷം മാറി പുറത്തേക്കിറങ്ങി വന്ന ജോർജ് കുട്ടി മുറ്റത്ത് നിൽക്കുന്ന ഹരിയെ കണ്ട് ഞെട്ടി. പരോൾ അവസാനിച്ചുവെന്നറിഞ്ഞ് ഇന്ന് രാവിലെ അയാളും ഭാര്യയും എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ ഞെട്ടൽ വിട്ടുമാറിയപ്പോൾ ജോർജ് കുട്ടി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഹരിയോ, വാ ഇവിടെ ഇരിക്കാം. ഭയപ്പാടോടെ ജോർജ് കുട്ടി ഹരിയെ ക്ഷണിച്ചു. ഹരിയും മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് തിണ്ണയിലേക്ക് കയറി. നല്ല ഉദ്ദേശത്തോടെ അല്ല ഹരി വന്നിരിക്കുന്നതെന്ന് ജോർജ് കുട്ടിക്ക് മനസ്സിലായി. കുട്ടികൾ പള്ളിക്കൂടത്തിൽ പോയിരിക്കുന്നത് കൊണ്ട് അത്രയെങ്കിലും സമാധാനിക്കാം. എന്നാലും ഭാര്യയുടെ മുന്നിൽ വെച്ച് ഇവൻ എന്തെങ്കിലും ചെയ്താൽ ആകെ നാണക്കേടാവും. പിന്നെ അവളുടെ വായിരിക്കുന്ന കൂടി കേൾക്കണം. എവിടെ തൻ്റെ ഭാര്യ അന്നമ്മ? അവൾ അകത്തുണ്ട്. പിള്ളേര് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് ചോറും കറികളുമൊക്കെ കാലാക്കുക. ജോർജ് കുട്ടിയുടെ മറുപടി പെട്ടെന്നായിരുന്നു. അന്നമ്മയൊന്ന് വിളിക്കേ, ഹരി ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു. വിളിക്കടോ. ഹരി പറഞ്ഞു തരും മുമ്പ് അയാൾ അകത്തേക്ക് നോക്കി വിളിച്ചു. അന്നമ്മേ. 1-2 നിമിഷം കഴിഞ്ഞ് അന്നമ്മ ഇറങ്ങി വന്നു. അടുപ്പിൽ തീ ഊതിയതിൻ്റെ ലക്ഷണങ്ങൾ മുഖത്ത് കാണാനുണ്ടായിരുന്നു. ഹരിയെ കണ്ടപ്പോൾ അന്നമ്മയിൽ നടുക്കമുണ്ടായി. അവൻ്റെ നോട്ടം അന്നമ്മയിൽ തറഞ്ഞു നിന്നു. നാളെ ഞാൻ ജയിലിലേക്ക് മടങ്ങിപ്പോവുകയാണ്. പിന്നെ തിരിച്ചു വരുന്നത് എന്നാണെന്ന് പറയാനും പറ്റില്ല. ശരീരത്തിലാണെങ്കിൽ ആകപ്പാടെ ഒരു ഉന്മേഷക്കുറവ്. ഹരി സാവധാനം എഴുന്നേറ്റിട്ട് പോക്കറ്റിൽ നിന്നൊരു 100 രൂപ നോട്ടെടുത്ത് അന്നമ്മയുടെ നേരെ നീട്ടിക്കൊണ്ട് തുടർന്നു. അന്നമ്മയെക്കുറിച്ച് പലരും പറഞ്ഞു ഞാൻ അറിഞ്ഞു. ഇത് 100 രൂപയുണ്ട്, പോരെങ്കിൽ പറയണം. അന്നമ്മയ്ക്ക് കാര്യം മനസ്സിലായി. മാലതിക്കും പ്രിയംവദയ്ക്കുമെതിരെ തൻ്റെ ഭർത്താവ് കേസ് കൊടുത്തതിൻ്റെ പ്രതികാരമാണ്. ആ പെൺകുട്ടികളെക്കുറിച്ച് അന്നമ്മയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഭർത്താവിനോട് കഠിനമായ ദേഷ്യം ഉണ്ടായിരുന്നു. ഭർത്താവ് കൊള്ളരായുധമകൾ മാത്രമാണ് ചെയ്യുന്നത്. ആ രൂപ ജോർജ് കുട്ടിച്ചായൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോരെ, അദ്ദേഹമാണ് രൂപയൊക്കെ വാങ്ങുന്നത്. അന്നമ്മ യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞു. ജോർജ് കുട്ടിയുടെ ശരീരം വിയർപ്പിൽ കുളിക്കുന്നതും പരവേശപ്പെടുന്നതും അന്നമ്മ കണ്ടു. അന്നമ്മയുടെ നാവിൽ നിന്ന് അത് കേട്ടപ്പോൾ ഹരിക്ക് അത്ഭുതം തോന്നി. എന്താ ഹരി നോക്കി നിൽക്കുന്നത്? ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ജോലിയുണ്ട്. അന്നമ്മ ധൃതി കൂട്ടി. അന്നമ്മേ. ജോർജ് കുട്ടിയുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നായിരുന്നു ശബ്ദം പുറത്തു വന്നത്, തലയ്ക്ക് അടിയേറ്റതുപോലെ. എന്താ? രൂപ കുറഞ്ഞു പോയെങ്കിൽ ഹരിയോട് പറഞ്ഞേര്. അന്നമ്മയ്ക്ക് കൂസലൊന്നുമില്ല. പോടിയകത്ത്. പരിസരം പോലും മറന്നു ജോർജ് കുട്ടി അലറി. സ്വന്തം കാര്യം വന്നപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ലേ? നിങ്ങൾ എന്തിനാ ശങ്കരമംഗലത്തെ പെമ്പിള്ളാരെ പറ്റി അനാവശ്യം പറഞ്ഞത്? അവര് ചീത്തയാണെന്ന് മനുഷ്യരാരേലും പറയുമോ? ചത്തു കഴിഞ്ഞ ദേവസിയെ നല്ലവനാക്കിയിട്ട് നിങ്ങൾ കള്ളസാക്ഷി പറഞ്ഞില്ലേ? നിങ്ങൾക്കറിയുമോ എത്ര തവണ ദേവസി എന്നെ ശല്യപ്പെടുത്തിയിട്ടുണ്ടെന്ന്? അതുപോലെ ആരെയെല്ലാം ശല്യപ്പെടുത്തിയെന്ന്? അന്നമ്മയ്ക്ക് ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കാൻ കിട്ടിയ അവസരമായിരുന്നു. ജോർജ് കുട്ടി അവിശ്വസനീയതയോടെ ഭാര്യയെ നോക്കി. പേടിക്കൊന്നും വേണ്ട, ദേവസിക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഹരി അയാളെ കൊന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അതും നടന്നേനെ. ഇനിയെങ്കിലും ചൊവ്വേ നേരെ ജീവിക്കാൻ നോക്ക്. അന്നമ്മ കോപത്തോടെ തിരിഞ്ഞു നടന്നു. വിസ്മയത്തിൽ നിൽക്കുകയായിരുന്നു ഹരി. അന്നമ്മയിൽ നിന്ന് ഇത്തരമൊരു സമീപനം ഒട്ടും പ്രതീക്ഷിതല്ല. ജോർജ് കുട്ടിയാണെങ്കിൽ വീണ്ടും ഒരു പ്രഹരം കിട്ടിയതുപോലെ നിൽക്കുകയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ അപമാനിതനായിട്ടില്ല, അതും ഭാര്യയിൽ നിന്ന് മറ്റൊരാൾ കേൾക്കെ. കല്ലറയ്ക്കാ? ഹരി ഗൗരവത്തിൽ വിളിച്ചു. വിയർപ്പൊഴുകുന്ന മുഖത്തോടെ അയാൾ ഹരിയെ നോക്കി. തന്നെ ഞാൻ ഇവിടെ വെച്ചായതുകൊണ്ട് തല്ലുന്നില്ല. വെറുതെ ആ പാവം സ്ത്രീയുടെ കണ്ണൂരി കൂടി കാണേണ്ടി വരും. നാളെ ഞാൻ ജയിലിലേക്ക് പോവും. വധശിക്ഷയല്ലാത്തത് കൊണ്ട് എന്നെങ്കിലും തിരിച്ചു വരും. എൻ്റെ വീട്ടിൽ 2 സ്ത്രീകളാണുള്ളത്. ഇനി അവരെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അന്ന് തന്നെ ഞാൻ കുത്തിക്കീറും. ഹരി തൻ്റെ നെഞ്ചിൽ കടാര കുത്തി ഇറക്കുന്നത് പോലെയാണ് ജോർജ് കുട്ടിക്ക് തോന്നിയത്. ദേവസിയുടെ നെഞ്ചിലെ ചുടുചോര
എൻ്റെ മുഖത്താ തീർച്ച. ആ കട്ട ചോരയുടെ മണം എന്താണെന്ന് ശരിക്കും രുചിച്ചവനാ ഞാൻ. ചോര കണ്ടാൽ വിറയ്ക്കുന്ന സ്വഭാവവും എനിക്കില്ല. പറഞ്ഞത് കേട്ടല്ലോ. ജോർജ് കുട്ടിയെ രൂക്ഷമായി നോക്കിയിട്ട് ഹരി ഒതുക്കുകല്ലുകൾ ഇറങ്ങി. ഹരി കണ്ണിൽ നിന്നും മറിഞ്ഞിട്ടും തൊട്ടടുത്ത് നിൽപ്പുണ്ടെന്ന് തോന്നി. ജോർജ് കുട്ടിക്ക് കഠിനമായ കോപമുണ്ടായി. തലയ്ക്കടിയേറ്റ പാമ്പിനെ പോലെ അയാൾ മുരണ്ടു. നീ നോക്കിക്കോടാ, ഇത് ജോർജ് കുട്ടിയാ, കല്ലറയ്ക്കൻ ജോർജ് കുട്ടി. ഇതിന് ഞാൻ പകരം വീട്ടുമെടാ. അടുത്ത പ്രാവശ്യം നീ ജയിലിൽ നിന്ന് വരുമ്പോൾ നിന്റെ പുന്നാര പെങ്ങളും ചേട്ടത്തിയമ്മയും ഈ ഭൂലോകത്ത് കാണൂല. അപ്പോൾ കന്നുകുഴിയിൽ ചാണ്ടിക്കുഞ്ഞിൻ്റെ രൂപമായിരുന്നു ജോർജ് കുട്ടിയുടെ കണ്ണിന് മുന്നിൽ തെളിഞ്ഞു വന്നത്. ഇതേ സമയം ഹരി കന്നുകുഴിയിലെ വീടിന് മുന്നിൽ ചെന്നുവെന്ന് വിളിച്ചു. ചാണ്ടിക്കുഞ്ഞെ. ആ ശബ്ദത്തിന് ഇടിമുഴക്കത്തിൻ്റെ ധ്വനിയുണ്ടായിരുന്നു. മദ്യ ഗ്ലാസുമായാണ് ചാണ്ടിക്കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. മദ്യത്തിൻ്റെ ലഹരിയിൽ ചാണ്ടിക്കുഞ്ഞിൻ്റെ കണ്ണുകൾ ചുവന്നു. മുന്നിൽ നിൽക്കുന്ന ഹരിയെ തുറിച്ചു നോക്കുമ്പോഴും ചാണ്ടിക്കുഞ്ഞിൻ്റെ മനസ്സിൽ പ്രിയംവദ എന്ന കിളുന്ത് പെണ്ണായിരുന്നു നിറഞ്ഞു നിന്നത്. ചാണ്ടിക്കുഞ്ഞ് ഹരിയെ 1-2 നിമിഷം നോക്കി നിന്നു. കന്നുകുഴിയിലെ ദേവസിയെ കൊന്നിട്ട് അതേ വീട്ടിലേക്ക് തന്നെ കടന്നു വന്ന ഹരി നിസ്സാരനല്ലെന്ന് ചാണ്ടിക്കുഞ്ഞിന് മനസ്സിലായി. എങ്കിലും തൻ്റെ മുന്നിൽ ഇവൻ വെറും പുഴുവാണ്. 10 പേരെ ഒന്നിച്ചെതിർക്കാനുള്ള വിദ്യയൊക്കെ താൻ അഭ്യസിച്ചിട്ടുണ്ട്. രക്ഷയില്ലാതെ വന്നാൽ ഉന്നം പിഴയ്ക്കാതെ എത്ര ദൂരത്തു നിന്ന് വേണമെങ്കിലും കത്തി എറിയാനും തനിക്കറിയാം. മനസ്സിൽ കണക്ക് കൂട്ടുന്ന സ്ഥലത്ത് തന്നെ കത്തി പതിക്കും. എല്ലാം തമിഴ്നാട്ടിലെ കൂട്ടുകെട്ടിൽ നിന്ന് സ്വായത്തമാക്കിയതാണ്. വാഹന കവർച്ചയാണെങ്കിലും ബാങ്ക് കൊള്ളയാണെങ്കിലും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയാണെങ്കിലും അഭ്യാസമെല്ലാം പഠിച്ചിരിക്കണമെന്ന് തൻ്റെ ബോസ് മുത്തുസ്വാമിക്ക് നിർബന്ധമായിരുന്നു. പോലീസിൻ്റെയോ എതിരാളികളുടെ കയ്യിലകപ്പെടാൻ മുത്തുസ്വാമി ആരെ അനുവദിക്കില്ല. അങ്ങനെ ടീമിലെ ആരെങ്കിലും അകപ്പെട്ടാൽ എന്ത് വില കൊടുത്തും അവരെ മുത്തുസ്വാമി രക്ഷപ്പെടുത്തും. അതിന് കഴിയാതെ വന്നാൽ കൊന്നുകളയും. രഹസ്യങ്ങളൊന്നും ചോർന്നു പോകരുതെന്ന് മുത്തുസ്വാമിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആ മുത്തുസ്വാമിയുടെ കയ്യിൽ നിന്നാണ് ഈ ചാണ്ടിക്കുഞ്ഞ് രക്ഷപ്പെട്ടിരിക്കുന്നത്. കൊള്ളക്കാരുടെ തലതൊട്ടപ്പനായ മുത്തുസ്വാമിയെ കബളിപ്പിച്ചുകൊണ്ട് ലക്ഷങ്ങളുമായി മുങ്ങാൻ തനിക്ക് ഒട്ടും വിയർക്കേണ്ടി വന്നില്ല. പുഞ്ചിരിയോടെ തന്നെ മുത്തുസ്വാമിയെ വഞ്ചിച്ചു. പിന്നെയാണോ ശങ്കരമംഗലത്തെ ഹരി? ചാണ്ടിക്കുഞ്ഞെ. ഹരിയുടെ ശബ്ദം കേട്ടപ്പോൾ ചാണ്ടിക്കുഞ്ഞ് ചിന്തകളിൽ നിന്നും മടങ്ങി വന്നു. ഓ ഹരി, വഴിതെറ്റിക്കയറിയതാണെന്ന് തോന്നുന്നു. ചാണ്ടിക്കുഞ്ഞ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മദ്യപിക്കുന്ന പതിവ് എനിക്കില്ല. അതെന്താ, മദ്യപിച്ചവർക്കേ വഴിതെറ്റാറുള്ളോ? വീണ്ടും ചാണ്ടിക്കുഞ്ഞിൻ്റെ അതേ പുഞ്ചിരി. മദ്യപിച്ച അബോധാവസ്ഥയിലാവുന്നവർക്കാണ് വഴിതെറ്റുന്നതും അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്തതും. ഹരി യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ പറഞ്ഞു. ഹരി തന്നെയും ദേവസ്യയെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് ചാണ്ടിക്കുഞ്ഞിന് അറിയാമായിരുന്നു. എങ്കിലും അത് പുറമേ കാണിച്ചില്ല. അപ്പോൾ ഇവിടേക്ക് തന്നെയാണ് വന്നത്. ശരി, അകത്തേക്ക് കയറി വാ. അവൻ ക്ഷണിച്ചു. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഹരി അവൻ്റെ ക്ഷണം സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. ദേവസ്യയുടെ വീടായതുകൊണ്ടാണോ? എങ്കിൽ ഞാനിവിടെ വരില്ലായിരുന്നല്ലോ. ഞാൻ ചാണ്ടിക്കുഞ്ഞിനെ കാണാനാണ് വന്നത്. ഹരി ശബ്ദം താഴ്ത്തി പറഞ്ഞു. താൻ വിചാരിച്ചതിനേക്കാൾ വിഷമുള്ള ജന്തുവാണിതെന്ന് ചാണ്ടിക്കുഞ്ഞിന് തോന്നി. കയ്യിലിരിക്കുന്ന മദ്യം ഒറ്റ വലിക്ക് അകത്താക്കിയിട്ട് ഗ്ലാസ് നിലത്തേക്ക് കറക്കി എറിഞ്ഞു. പിന്നെ ഹരിയുടെ മുഖത്തേക്ക് നോക്കി. ചാണ്ടിക്കുഞ്ഞ് ഞങ്ങളില്ലാത്തപ്പോഴും ശങ്കരമംഗലത്ത് വന്നെന്നറിഞ്ഞു. മേലി വരരുത്. താക്കീതിൻ്റെ സ്വരമായിരുന്നു അത്. ഉള്ളിൽ ചിരി പൊട്ടിയെങ്കിലും ചാണ്ടിക്കുഞ്ഞ് അത് അതരങ്ങളിൽ ഒളിപ്പിച്ചു. ഒറ്റയാനോട് മാൻപേട ആജ്ഞാപിക്കും പോലെയാണ് തോന്നിയത്. ദേവസ്യയെ കൊന്നത് ഞാനാണ്, എൻ്റെ പെങ്ങളോട് അനാവശ്യം കാണിച്ചതിന്. ശങ്കരമംഗലത്തെ നിലവിളക്കാണവൾ. അത് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്ന ആരെയും ഞാൻ വെറുതെ വിടില്ല. തൻ്റെ മുന്നിൽ നിന്ന് ധിക്കാരം പറയുന്ന ഇവനെ പപ്പടം പോലെ പൊടിക്കണമെന്ന് ചാണ്ടിക്കുഞ്ഞിന് തോന്നി. കൈകൾ തരിച്ചു. പക്ഷേ ഇവിടെ ക്ഷമിക്കുന്നതാണ് നല്ലത്. താൻ ഏറ്റവും വലിയ ആയുധവും ക്ഷമയാണല്ലോ. ആദ്യം ക്ഷമിക്കുക, പിന്നെ പുഞ്ചിരിയോടെ ലക്ഷ്യം നിറവേറ്റുക. തൻ്റെ ലക്ഷ്യം പ്രിയംവദയാണ്. അത് നേടണമെങ്കിൽ ക്ഷമിച്ചേ പറ്റൂ. താനും ഹരിയുമായി വഴക്കുണ്ടായാൽ വീണ്ടും ഒരിക്കൽ കൂടി ശങ്കരമംഗലത്തേക്ക് സ്നേഹത്തോടെ കടക്കാൻ കഴിയില്ല. പ്രിയംവദയും മാലതയും ഒക്കെ തൻ്റെ ശത്രുക്കളാകും. അത് പാടില്ല. ഇതൊക്കെ ഹരി എന്നോട് എന്തിനു പറയുന്നു? ദേവസി എൻ്റെ ചേട്ടനാണെങ്കിലും തെറ്റ് തെറ്റാണെന്ന് ഞാൻ പറയും. പെൺകേസുമായി ബന്ധപ്പെട്ടല്ലാതെയാണ് ദേവസിയെ കൊന്നിരുന്നതെങ്കിൽ തീർച്ചയായും കോടതിയുടെ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് വരെ കൊലയാളിക്ക് ഞാൻ അവസരം കൊടുക്കില്ലായിരുന്നു. പണം വാരി എറിയാനും ഇന്ന് എനിക്ക് കഴിയും. ചാണ്ടിക്കുഞ്ഞ് അവർക്ക് 2 പേർക്കും കേൾക്കാവുന്നത്ര ശബ്ദത്തിലാണ് പറഞ്ഞത്. അപ്പോൾ നല്ല ഉദ്ദേശത്തിലാണ് ചാണ്ടിക്കുഞ്ഞ് അവിടെ വന്നതെന്ന് സമർത്ഥിക്കുകയാണോ? ഹരി മെല്ലെ പുഞ്ചിരിച്ചു.
ഞാൻ കൊന്ന ദേവസിയുടെ അനുജൻ എൻ്റെ വീട്ടിലേക്ക് വെറും സൗഹൃദത്തിന്റെ പേരിൽ വരുന്നതാണെന്ന് വിശ്വസിക്കാൻ ഞാനത്ര വിഡ്ഢിയൊന്നും അല്ല ചാണ്ടിക്കുഞ്ഞെ. ഈ വേലത്തരമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഇത് ഹരിയാണ്, ശങ്കരമംഗലത്തെ ഹരിശങ്കർ, മറക്കണ്ട. അപ്പോഴും ചാണ്ടിക്കുഞ്ഞ് പുഞ്ചിരിച്ചതേ ഉള്ളൂ. ഒരാളെ കൊന്നതിൻ്റെ ഹുങ്കിൽ പിച്ചും പേയും പറയുന്നതാണെങ്കിലും ഇവൻ മോശക്കാരനല്ലെന്ന് ചാണ്ടിക്കുഞ്ഞിന് അറിയാമായിരുന്നു. എത്ര പേരുടെ ചോര കണ്ട് മരവിച്ച മനസ്സാണ് താൻ. പുഞ്ചിരിച്ചുകൊണ്ട് എതിരാളിയുടെ നെഞ്ചിലേക്ക് കത്തി എറിയുന്നത് വരെ തന്നിൽ നിന്നും അത്തൊരു നീക്കമുണ്ടാകുമെന്നും അവർ പോലും അറിയില്ല. നെഞ്ചിൽ കത്തി തറച്ച് പിന്നിലേക്ക് മലയ്ക്കുമ്പോഴേ പുഞ്ചിരിക്കുന്ന തൻ്റെ മുഖം എതിരാളികൾ കാണാറുള്ളൂ. അപ്പോഴേക്കും പ്രാണൻ പരലോകത്തെത്തിയിരിക്കും. ഇവനോട് കൂടുതൽ സംസാരിച്ച് ഇടയുന്നതിനേക്കാൾ നല്ലത് സംസാരം നിർത്തുകയാണ്. ഹരി, എനിക്ക് അല്പം ധൃതിയുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയേ. ഹരിയുമായി ഒരു തർക്കത്തിന് ഞാനില്ല. പിന്നെ ഒന്ന് നിർത്തിയിട്ട് തുടർന്നു. പണ്ട് ഞാൻ തല്ലിപ്പൊളിയായി നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പഴയ ചാണ്ടിക്കുഞ്ഞല്ല ഞാൻ. മാന്യമായിട്ട് ജീവിക്കുന്നവനാണ് ഇന്ന് ഞാൻ. അതുകൊണ്ട് ഹരി എന്നെ തെറ്റിദ്ധരിക്കണ്ട. മാന്യമായിട്ട് ജീവിച്ചോളൂ. പക്ഷേ ശങ്കരമംഗലത്തേക്കുള്ള വഴി മറന്നിട്ട് മതി. ഇനിയും ഞാൻ ഇവിടെ വരാൻ ഇടവരുത്തരുത്. ഹരി ഒരിക്കൽ കൂടി ചാണ്ടിക്കുഞ്ഞിനെ നോക്കിയിട്ട് നടന്നു. ചാണ്ടിക്കുഞ്ഞുമാര് വഴക്കുണ്ടാകുമെന്ന് കരുതി തന്നെയാണ് വന്നത്. പക്ഷേ ചാണ്ടിക്കുഞ്ഞ് തന്നെ കടത്തി വിട്ടിരിക്കുന്നു. ചെറിയൊരു വാക്കുതർക്കത്തിന് പോലുമുള്ള സാഹചര്യം അവൻ മനഃപൂർവ്വം ഒഴിവാക്കിയിരിക്കുന്നു. തന്നോടും തൻ്റെ കുടുംബത്തോടും അവന് പകയുണ്ടെന്ന് ക്രൂരമായ ആ പുഞ്ചിരി വ്യക്തമാക്കുന്നു. വലിയ ക്രൂരന്മാരെല്ലാം ക്ഷമാശീലനും ആരെയും വെറുപ്പിക്കാത്തവരുമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതോർത്തപ്പോൾ ഹരിയുടെ ഹൃദയത്തിൽ ഒരു വെള്ളിരി വെട്ടി. നാളെ ശങ്കരമംഗലം ശൂന്യമാകും. പിന്നെ മാലുവേട്ടത്തെയും പ്രിയംവതയും മാത്രം. ദൈവമേ, ചാണ്ടിക്കുഞ്ഞിനെ മാത്രം ഭയപ്പെട്ടാൽ മതി. ജയിലിൽ കിടക്കുന്ന തനിക്ക് ഏട്ടത്തിയമ്മയും സഹോദരിയെയും രക്ഷിക്കാനാവില്ല. അവൻ്റെ നെഞ്ചിടം വിങ്ങി. എതിരെ നടന്നു വരുന്ന ഉണ്ണിയെ കണ്ടിട്ടും ശ്രദ്ധിക്കാതെ കടന്നു പോകാനാണ് തോന്നിയത്. അപ്പോഴാണ് ഉണ്ണി വിളിച്ചത്. ഹരി. ഹരി നിന്നു. ഹരിക്ക് എന്നോട് പിണക്കമാണെന്ന് തോന്നുന്നു. തീരെ ക്ഷീണിച്ച സ്വരത്തിലാണ് ഉണ്ണി ചോദിച്ചത്. ആ ചോദ്യം കേട്ടപ്പോൾ ഹരിക്ക് ശങ്കരമംഗലത്തിന് നേരെ അട്ടഹസിച്ചവരോടൊപ്പം നിന്ന് രേവമ്മായിയുടെ പുന്നാരമോൻ. തറവാട് എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്